ഇന്റർനെറ്റിന്റെ സ്പീഡ് വളരെ കുറഞ്ഞതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ? വൈഫൈയുടെ കാര്യമല്ല, മൊബൈൽ ഡാറ്റയുടെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ ഇന്റർനെറ്റിന്റെ സ്പീഡ് കുറയുന്ന സമയത്ത് നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. ഫ്ലൈറ്റ് മോഡ് ഓൺ ആക്കും. അപ്പോൾ ഇന്റർനെറ്റിന്റെ കണക്ഷൻ കട്ടാകും. വീണ്ടും ഫ്ലൈറ്റ് മോഡ് നമ്മൾ ഓഫ് ആക്കുമ്പോൾ ഇന്റർനെറ്റ് കണക്ഷൻ റീകണക്റ്റ് ആകും. അപ്പോൾ ഒന്നുകൂടി സ്പീഡ് കൂടുതലായിട്ട് നമുക്ക് തോന്നാറുണ്ട്. എന്നാൽ അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു സംഭവം ഞാൻ ഇന്ന് കാണിച്ചു തരാം. അതായത് ഇന്റർനെറ്റ് റീഫ്രഷ് ചെയ്യുന്ന ഒരു സംവിധാനം. ഇതുകൊണ്ട് രണ്ട് ഗുണങ്ങളുണ്ട്. ഒന്ന്, ഇന്റർനെറ്റിന്റെ സ്പീഡ് നമുക്ക് വർദ്ധിപ്പിക്കാൻ ഇത് സഹായകമാകും. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, മൊബൈൽ ചോദിച്ച് ശല്യപ്പെടുത്തുന്ന കുട്ടികളാകട്ടെ മറ്റുള്ളവരാകട്ടെ ആരുമാകട്ടെ, നിങ്ങളുടെ മൊബൈൽ ചോദിച്ച് ശല്യപ്പെടുത്തുമ്പോൾ ഈ ഒരു സംവിധാനം ചെയ്തു കഴിഞ്ഞാൽ ഇന്റർനെറ്റൊക്കെ ഓൺ ആയിരിക്കും, പക്ഷേ അവർക്ക് നെറ്റ്വർക്ക് സംബന്ധമായിട്ടുള്ള ഒരു സംഭവം ഉപയോഗിക്കാനും സാധിക്കില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഇതൊക്കെ വിശദമായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് മൊബൈലിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇവിടെ തന്നെ മൊബൈൽ നെറ്റ്വർക്ക് എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾ ഏത് സിമ്മിലാണ് ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നത് ആ സിമ്മ് സെലക്ട് ചെയ്യാൻ കാണിക്കും. ഞാനിപ്പോൾ സിം 1ലാണ് ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നത്. അത് ഞാൻ സെലക്ട് ചെയ്യുകയാണ്. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആക്സസ് പോയിന്റ് നെയിംസ് എന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ ലഭിക്കുന്നില്ല എങ്കിൽ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. മൊബൈലിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ സെർച്ച് ബാർ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആക്സസ് പോയിന്റ് നെയിംസ് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ മതി. ഇതുപോലെ നിങ്ങൾക്ക് ലഭിക്കും. ഇതിൽ ഏത് സിമ്മാണ് നിങ്ങൾക്ക് വേണ്ടത് ആ സിമ്മ് സെലക്ട് ചെയ്താൽ മതി. ഓക്കെ, ഞാനിപ്പോൾ സിം 1 ആണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ കണ്ട അതേ ഓപ്ഷനിൽ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും എൻ്റെ മൊബൈൽ ഡാറ്റ ഓണിലാണ് ഉള്ളത്. ഓക്കെ, ഞാനിപ്പോൾ ജസ്റ്റ് ബാക്ക് വന്നിട്ട് യൂട്യൂബ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കുകയാണ്. യൂട്യൂബ് ഓപ്പൺ ചെയ്തു. യൂട്യൂബ് കൃത്യമായിട്ട് വർക്കാകുന്നുണ്ട്. യൂട്യൂബിലെ വീഡിയോസ് എല്ലാം എനിക്ക് കാണാനും സാധിക്കും. ഓക്കെ, ഇനി ഞാൻ അതേ സെറ്റിങ്സിൽ തന്നെ പോവുകയാണ്. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തു. ഇവിടെ ആ ഒരു സെറ്റിങ്സിൽ പേരിൽ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. ചില മൊബൈലിൽ ഇവിടെ ഐ ബട്ടണാണ് കാണിക്കുക. എൻ്റെ മൊബൈലിൽ ഐ ബട്ടണാണ്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു ആക്സസ് പോയിന്റ് നെയിംസ് അഡ്രസ്സ് മുഴുവൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ ഡിലേറ്റ് APN എന്നും കാണിക്കുന്നുണ്ട്. ചില മൊബൈലിൽ ഇങ്ങനെ കാണിക്കില്ല. ഇവിടെ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഡിലേറ്റ് APN എന്ന് കാണിക്കുക. ആ ഡിലേറ്റ് APN നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് അത് മൊത്തം ഡിലേറ്റ് ചെയ്ത് കളയുക. ഓക്കെ, ഇപ്പോൾ ആ അഡ്രസ്സും പേരും ഒക്കെ അവിടുന്ന് പോയിട്ടുണ്ട്. മൊബൈൽ ഡാറ്റ ഓണിലാണ് താനും. ഇനി നമുക്ക് യൂട്യൂബ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് പ്ലേ ആകുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഞാനിപ്പോൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യാണ്. ഇപ്പോൾ യൂട്യൂബ് ഓപ്പൺ ആകുന്നില്ല. ഇവിടെ നോ കണക്ഷൻസ് എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളെ മൊബൈൽ ചോദിച്ച് ശല്യപ്പെടുത്തുന്നവർക്ക് ഇതുപോലെ മൊബൈൽ ഡാറ്റ ഓണിലാണെങ്കിൽ പോലും ഇൻ്റർനെറ്റ് വർക്കാകാതിരിക്കാൻ ഈ ഒരു സെറ്റിങ്സ് നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, ഞാനിപ്പോൾ വീണ്ടും ആ ഒരു സെറ്റിങ്സിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. ഇവിടെ മൊബൈൽ ഡാറ്റ ഓണിലാണ്. അത് ഓൺ ചെയ്താലും ഓഫ് ചെയ്താലും എല്ലാം പഴയ അവസ്ഥ തന്നെയായിരിക്കും. ഇവിടെ ഓണിലാണുള്ളത്. ഞാൻ ഓഫ് ചെയ്തു, വീണ്ടും ഓൺ ചെയ്തു. വീണ്ടും യൂട്യൂബ് തുറക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ഇവിടെ നോ കണക്ഷൻസ് എന്ന് തന്നെയായിരിക്കും എഴുതിയിട്ടുണ്ടാകുക. ഇവിടെ യൂട്യൂബ് ഒന്നും വർക്ക് ചെയ്യില്ല. ഇൻ്റർനെറ്റ് സംബന്ധമായിട്ടുള്ള ഒന്നും വർക്കാകില്ല. ഇനി നമുക്ക് തിരികെ വീണ്ടും അതേ ഓപ്ഷനിലേക്ക് എങ്ങനെ എത്തിച്ചേരാം? അതിനായിട്ട് ഇതേ ഓപ്ഷനിൽ 3 ഡോട്ട്സ് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ റീസെറ്റ് ആക്സസ് പോയിന്റ്സ് എന്ന ഈ ഒരു ഭാഗം സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം റീസെറ്റ് കൊടുക്കുക. റീസെറ്റ് കൊടുത്താൽ പഴയ ആ ഒരു അഡ്രസ്സ് നമുക്ക് തിരികെ ലഭിക്കും. അതൊന്ന് റീഫ്രഷ് ആയിട്ട് നമുക്ക് തിരികെ ലഭിച്ചിട്ടുണ്ടാകും. കണക്റ്റും ആയിട്ടുണ്ടാകും. ഇനി നമുക്ക് നേരെ ബാക്ക് വന്നിട്ട് യൂട്യൂബ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ യൂട്യൂബ് കണക്റ്റ് ആകുന്നുണ്ട്. യൂട്യൂബ് ഓപ്പൺ ആയിട്ടുണ്ട്. കൃത്യമായിട്ട് നല്ല സ്പീഡോട് കൂടി നമുക്ക് ഇനി ഇൻ്റർനെറ്റ് ഉപയോഗിക്കാനും സാധിക്കും. ഓക്കെ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.